പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നതായി സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. പെഹൽഗാം, ആനന്ദ്നാഗ്, ബൈസരൺ മേഖലകളിലാണ് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ചേർന്ന് പരിശോധന നടത്തുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണത്തിന് ഉത്തരവാദിത്തം പാക് പിന്തുണയുള്ള ഭീകര സംഘടന റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF എന്ന ഒരു ഭീകര സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. ഇവർ ലഷ്കർ ഇ തോയ്ബ അനുകൂല സംഘടനയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം 2019 ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ 370 അത് റദ്ദാക്കി കശ്മീരിൻ്റെ പ്രത്യേക പദവി ഒഴിവാക്കിയതിന് ശേഷം രൂപീകൃതമായൊരു സംഘടന കൂടിയാണ് ഈ ഒരു TRF എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ തുടരുന്നുണ്ട്. ഗൗതം, ഈ ഒരു TRF എന്ന ലഷ്കർ ഇ തോയ്ബ അനുകൂല സംഘടന അവർ എന്തായാലും ഈ ഒരു ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഒപ്പം ഇവരുടെ ഏറ്റവും പ്രധാന ഇതെന്ന് വെച്ചാൽ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളെ ഈ ഒരു ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുക, ഒപ്പം ആയുധക്കടത്ത്, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാനമായും ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവരാണ് ഇപ്പോൾ എന്തായാലും ആക്രമണം നടത്തിയിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ജമ്മു കാശ്മീർ ശാന്തമായ 2019 ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ 370 പ്രത്യേക പദവി എടുത്ത് മാറ്റിയതിന് ശേഷം ജമ്മു കാശ്മീർ ശാന്തമായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ ഒരു സംഘടന രൂപീകരിക്കുന്നത്. എന്തായാലും ഈ ഒരു TRF അവർ ഈ ഒരു ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടല്ലേ? നിഖിലെ, ഇന്നലെ ഈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്നലെ രാത്രിയോടുകൂടിയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് ഈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അടുത്ത കാലത്തായി ജമ്മു കാശ്മീരിൽ സജീവമായ ഒരു ഭീകര സംഘടനയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട്. ഇത് ലഷ്കർ ഇ തോയ്ബയിൽ നിന്നും അതോടൊപ്പം തന്നെ ഹിസ്ബുൾ മുജാഹിദീനിൽ നിന്നും വന്ന ഭീകരർ തുടങ്ങിയ ഒരു സംഘടനയാണ്. 2019 മുതലാണ് ഈ സംഘടന ഭീകരപ്രവർത്തനങ്ങൾ തുടങ്ങിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹിസ്ബുൾ മുജാഹിദീൻ നമുക്കറിയാം, ജമ്മു കാശ്മീരിനെ ഒരു കാലത്ത് നടുക്കിയ ഭീകര സംഘടനയാണ്. അതിതീവ്ര ഇസ്ലാമിക നിലപാട് മുന്നോട്ട് വയ്ക്കുന്ന ഈ സംഘടനയാണ് കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിനും കശ്മീരി പണ്ഡിറ്റുകളെ കൂട്ടത്തോടെ കൊലപ്പെടുത്തിയതിനുമൊക്കെ ഉത്തരവാദികൾ ഈ ഹിസ്ബുൾ മുജാഹിദീനാണ്. ആ ഹിസ്ബുൾ മുജാഹിദീൻ്റെ ഭീകരന്മാരും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരരും ചേർന്നുകൊണ്ട് തുടങ്ങിയ ലഷ്കർ ഇ തോയ്ബയുടെ തന്നെ ഒരു അനുബന്ധ സംഘടന എന്ന് നമുക്കിതിനെ ഇപ്പോൾ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ 2019 മുതൽ തുടങ്ങിയ ഒരു സംഘടനയാണ് ഇത്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതിന് ശേഷം 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് കശ്മീരിൻ്റെ പ്രത്യേക അധികാരം ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ മരവിപ്പിക്കുന്നത്. അതിനുശേഷം ജമ്മു കാശ്മീരിൽ സജീവമായ ഒരു സംഘടനയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട്. ഇവർ പലപ്പോഴും ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മ വിശ്വാസികളെ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് മുസ്ലിം ഇതര മതവിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്യുക, അതിൽ ഏറ്റവും പ്രധാനം ഹിന്ദുക്കളെയും അതോടൊപ്പം തന്നെ സിഖ് മതവിശ്വാസികളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് ജമ്മു കാശ്മീരിൽ നടത്തിയിരിക്കുന്നത്. ഇവർ നടത്തുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത്. കാരണം 2019 ശേഷം ഒറ്റപ്പെട്ടതായ അക്രമ സംഭവങ്ങൾ മാത്രമേ ഇവർക്ക് നടത്താൻ സാധിച്ചിരുന്നുള്ളൂ. കാരണം കശ്മീരിൻ്റെ സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിരുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അവിടേക്ക് ടൂറിസ്റ്റുകളൊക്കെ എത്തുകയും പഴയ രീതിയിൽ ഈ ജിഹാദി പ്രവർത്തനം നടത്താൻ വളക്കൂറുള്ളൊരു മണ്ണായി കശ്മീർ നിലനിന്നിരുന്നില്ല. അവിടുത്തെ ആളുകളൊക്കെ തൊഴിലിന് പോകുകയും അല്ലെങ്കിൽ പഠിക്കാൻ പോവുകയും ഒക്കെ ചെയ്ത് ചെറുപ്പക്കാരുടെ മനോഭാവത്തിൽ തന്നെ ഒരു വലിയ മാറ്റം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ജമ്മു കാശ്മീരിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഇത്തരമൊരു ഭീകരാക്രമണം റെസിസ്റ്റൻസ് ഫ്രണ്ട് നടത്തുന്നത്. എന്തായാലും ഈ ഭീകര സംഘടനയുടെ സ്വഭാവമാണ് നമ്മളിവിടെ വിവരിക്കുന്നത്. അത് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു അനുബന്ധ സംഘടനയായി ജമ്മു കാശ്മീരിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന സംഘടനയാണ്. എന്നാൽ ഹിസ്ബുൾ മുജാഹിദീൻ്റെ മുൻകാല ഭീകരന്മാരും ഈ സംഘടനയ്ക്ക് അകത്തുണ്ട്. ഇതിനെ 2023 കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം UAPA ചുമത്തി നിരോധിച്ചിട്ടുള്ള സംഘടനയാണ്. ഗൗതം, മറ്റൊരു കാര്യം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി രാജ്യത്തേക്ക് മടങ്ങുന്നുണ്ട്. ഒപ്പം ശ്രദ്ധേയകരമായൊരു കാര്യം, പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ ഒരു പ്രതികരണം, അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ മരണപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നതിനൊപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത്രയും ഹീനമായ കൃത്യം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അവരെ ഒരു തരത്തിലും വെറുതെ വിടില്ല. ഒപ്പം ഈ ഒരു ഭീകരവാദം ഇല്ലാതാക്കുക എന്ന നമ്മുടെ നിശ്ചയദാർഢ്യത്തിന് ഒരിളക്കവും ഉണ്ടാവില്ല, അത് കൂടുതൽ ശക്തമായി തുടരും എന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അതായത് ഈ ഭീകരർക്ക് കൃത്യമായ മറുപടി, ഇതിൽ ഈ ഒരു കൊലപാതകത്തിന് അല്ലെങ്കിൽ ഈ ഇത്രയും ആളുകളെ വെടിവെച്ച് കൊല്ലാൻ അത് നേതൃത്വം നൽകിയ അത് ഉണ്ടായിരുന്ന ഒരാളെപ്പോലും വെറുതെ വിടില്ല എന്ന ഒരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.
അതായത് ശക്തമായി രാജ്യം തിരിച്ചടിക്കും അല്ലേ? നിഖിലെ, അത്തരം സൂചന തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഈ വിഷയത്തിന് എത്രത്തോളം ഗൗരവം നൽകുന്നു എന്നത് അവരുടെ പ്രസ്താവനകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, മുൻ സർക്കാരുകളെ പോലെ കേവലം പ്രസ്താവന നടത്തിയ ശേഷം അടങ്ങിയിരിക്കുന്നൊരു സ്വഭാവവും ഈ നേതാക്കൾക്കില്ല എന്നത് നമുക്ക് അടുത്ത കാലത്ത് ചരിത്രം തന്നെ ഒന്ന് മറച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അത് പുൽവാമയുടെ ചരിത്രമാണെങ്കിലും ഉറി ഭീകരാക്രമണമാണെങ്കിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മ്യാൻമാറിൽ നിന്നുള്ള നാഗാ ഭീകരർ ശ്രമിച്ചതാണെങ്കിലും അവിടെയെല്ലാം സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിക്കൊണ്ട് ഭീകര കേന്ദ്രങ്ങളിൽ പ്രകമ്പനം സൃഷ്ടിച്ച ചരിത്രമാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനുള്ളത്, ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കുള്ളത്. അതിനാൽ പ്രധാനമന്ത്രിയുടെ വാക്ക് അതൊരു പാഴ്വാക്കല്ല, മറിച്ച് ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കനത്ത പ്രഹരം വരാൻ പോകുന്നു എന്ന കൃത്യമായ സന്ദേശം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സൗദി അറേബ്യയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളരെ സുപ്രധാനമായ സന്ദർശനം റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹം ഇന്നലെ രാത്രിയിൽ തന്നെ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. നിർമ്മലാ സീതാരാമൻ വിദേശത്തായിരുന്നു, അവർ തിരിച്ച് ഡൽഹിയിലേക്ക് ഉടൻ എത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ശക്തമായ മറുപടി ഭീകരവാദത്തിന് ഈ സർക്കാരും സൈന്യവും നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ സുരക്ഷാ സേന അവിടെ തിരച്ചിൽ ഇന്നലെ രാത്രിയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സൈന്യവും ജമ്മുകാശ്മീർ പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും എല്ലാം സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഈ പഹൽഗാമിലും അതോടൊപ്പം തന്നെ അനന്ത്നാഗ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ നടത്തി വരുന്നത്. എന്തായാലും ഈ ആക്രമണം നടത്തിയത് 7 പേരടങ്ങുന്ന ഒരു സംഘമാണ് എന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ആയുധങ്ങളുമായി 7 പേർ ഈ വിനോദസഞ്ചാരികൾക്കിടയിലേക്ക് എത്തുകയും ഈ തോക്കുകളുമായി പല സ്ഥലത്തായി പെട്ടെന്ന് വെടിവെച്ചകൾ മുഴങ്ങുകയുമായിരുന്നു. അതിനാൽ ഈ 7 അംഗ സംഘത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നതിനൊപ്പം ഈ ഭീകര സംഘടനയുടെ തലവന്മാരെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കം സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നേരിട്ട് ഈ കൃത്യം നടത്തിയ ഭീകരരെ മാത്രമല്ല രാജ്യത്തിന് ആവശ്യം, മറിച്ച് ഇതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളെ, കാരണം ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിന് വെല്ലുവിളിയാകുന്നതും മുസ്ലിങ്ങൾ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്ന ഒരു ചിന്താധാര സമൂഹത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കുമെതിരെ കടുത്ത നിലപാട് ഈ രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അതിനാൽ ഈ ഭീകരാക്രമണത്തിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളെ കൂടി ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വലിയ ഓപ്പറേഷൻ തന്നെ സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിലും അതിനുശേഷം ശ്രീനഗറിലും ഉന്നതതല യോഗം വിളിച്ചതിന് ശേഷം ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള കമാൻഡർമാരെ ഉൾപ്പെടെ വധിക്കണം എന്ന നിർദ്ദേശം സുരക്ഷാ സേനയ്ക്ക് നൽകിയതായി തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരം കാര്യങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് നിലവിൽ നൽകുന്നില്ല, കാരണം അതൊരു രഹസ്യ സ്വഭാവത്തിലുള്ള യോഗമാണ്. എങ്കിൽ പോലും നമുക്ക് ലഭ്യമാകുന്ന വിവരം ഒരു വലിയ തിരിച്ചടിക്ക് സൈന്യം ഒരുങ്ങുന്നു, അതിനുള്ള നിർദ്ദേശം സൈന്യത്തിന് ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷനുകൾ തന്നെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിലായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിഖിൽ, ഗൗതം, ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഭാരതം എന്തായാലും തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഇസ്രയേലും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ അവർ ഈ ഒരു ഭീകരതയ്ക്കെതിരെ പോരാടാൻ ഈ ഒരു ഭാരതത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് സംസാരിച്ചു ഇക്കാര്യം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ മോദിയുടെ അടുത്ത് കാര്യങ്ങൾ, ഈ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിക്കുകയും ഈ ഭീകരാക്രമണത്തിനിടെ എതിരെ പോരാടാൻ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിഖിലെ, ലോകരാഷ്ട്രങ്ങളുടെ വലിയ പിന്തുണ ഇപ്പോൾ ഭാരതത്തിന് ഈ വിഷയത്തിൽ ലഭിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ രാത്രി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിക്കുകയും സംഭവിച്ച വിഷയങ്ങളെപ്പറ്റി അദ്ദേഹം തിരക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ തിരിച്ചടി ഈ ഭീകരവാദികൾക്ക് നൽകണം എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ അഭിപ്രായപ്പെട്ടതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ നവമാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ അദ്ദേഹം ഇതിനകം പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുമായി ട്രംപ് ടെലിഫോണിൽ സംസാരിക്കുകയും രാജ്യത്തിന് പിന്തുണ നൽകുകയും ചെയ്തത്. കൂടാതെ
ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ശ്രദ്ധേയമായ പ്രതികരണം വന്നിരിക്കുന്നു. ഭീകരവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഭാരതത്തിനൊപ്പം നിൽക്കുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം ഭാരതത്തിനൊപ്പം ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിക ഭീകരവാദത്തെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്ന മറ്റൊരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ഇപ്പോഴും ഹമാസ് ഭീകരർക്കെതിരെയുള്ള പോരാട്ടം രാഷ്ട്രം നടത്തുകയാണ്. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ